ഭാരതീയ ന്യായ സംഹിതയിലെ 3-ാം വകുപ്പിലെ 5-ാം ഉപവകുപ്പ് പ്രകാരം എന്താണ് പരാമർശിക്കുന്നത് നമുക്ക് നോക്കാം. ഭാരതീയ ന്യായ സംഹിതയിലെ 3-ാം വകുപ്പിലെ 5-ാം ഉപവകുപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് ഒരു കുറ്റകൃത്യം ഒരേ ഉദ്ദേശത്തോട് ചെയ്താൽ അതിൽ ഉൾപ്പെട്ട എല്ലാവരും തുല്യ ബാധ്യതയായി. പകരം ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് ഒരു കുറ്റകൃത്യം ഒരേ ഉദ്ദേശത്തോട് ചെയ്താൽ അതിൽ ഉൾപ്പെട്ട എല്ലാവരും തുല്യ ബാധിതരായിരിക്കും. അല്ലെങ്കിൽ അവർക്കെല്ലാം തുല്യ ബാധ്യത വരും. അതായത് കൃത്യം ഓരോരുത്തരും സ്വയം ചെയ്തതായിട്ട് പരിഗണിക്കുന്ന. ഉദാഹരണത്തിന് എയും ബിയും സിയും ചേർന്ന് പിയെ ആക്രമിക്കാൻ തീരുമാനിക്കും. എ പിയെ തടഞ്ഞു വെക്കുന്നു, ബി പിയെ പിടിച്ചു നിർത്തുന്നു, സി പിയെ പരിക്കേൽപ്പിക്കുന്നു. ഇവിടെ എയും ബിയും സിയും ചേർന്നാണ് പിയെ ഉപദ്രവിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കൃത്യത്തിൽ 3 പേരും തുല്യ പങ്കാളികളാണ് കണ്ടെത്തും. അപ്പൊ ഇങ്ങനെ എയും ബിയും സിയും ചേർന്ന് പിയെ തല്ലി പരിക്കേൽപ്പിക്കുന്നു. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഉദ്ദേശം ഒന്നായതിനാൽ ഈ ഒരു കൃത്യത്തിൽ ഇവരെല്ലാവരും തുല്യ പങ്കാളികളാണ്. അപ്പൊ ഇവർ ഓരോരുത്തരും ഈ കൃത്യം ചെയ്തതായിട്ട് പരിഗണിച്ച് ഇവരെ ശിക്ഷിക്കാവുന്നതാണ്. അതാണ് വകുപ്പ് 3 ഉപവകുപ്പ് 5 പ്രകാരം പരാമർശിക്കുന്നത്. വകുപ്പ് 3 ഉപവകുപ്പ് 5 പ്രകാരം എന്താണ് പറയുന്നത്? വകുപ്പ് 3 ഉപവകുപ്പ് 5 പ്രകാരം പറയുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് ഒരു കുറ്റകൃത്യം ഒരേ ഉദ്ദേശത്തോട് ചെയ്താൽ അതിൽ ഉൾപ്പെട്ട എല്ലാവർക്കും തുല്യ ബാധ്യത വരും. അപ്പം ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 3 ഉപവകുപ്പ് 5 മനസ്സിലായല്ലോ.